CPM-ൽ പ്രാദേശിക തലത്തിൽ ഭിന്നത രൂക്ഷമാവുകയാണ്. രണ്ടാം പിണറായി സർക്കാരിന്റെ 3 വർഷത്തെ പ്രോഗ്രസ് വിലയിരുത്തപ്പെടുന്ന CPM സമ്മേളനങ്ങളിൽ കനത്ത തിരിച്ചടിയാണ് CPM-ന് ലഭിക്കുന്നത്. ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുന്ന സ്വതന്ത്ര MLA ആയി ഇരുന്ന PV അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ പ്രധാനമാണ് പ്രാദേശിക തലത്തിലെ പ്രവർത്തകരുടെ അസ്വസ്ഥത. അൻവർ ഉന്നയിച്ച അതേ ആരോപണങ്ങളെല്ലാം തന്നെ അർത്ഥവത്താകുന്ന വാർത്തകളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. പതാക ഉയർത്താൻ പോലും അംഗങ്ങൾ എത്താത്തതിനാൽ CPM തെക്കേമല മാടത്തറ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ചേരാനായിട്ടില്ല. കങ്കണവയൽ ലോക്കൽ കമ്മിറ്റിയുടെ കീഴിലാണ് ഈ 2 ബ്രാഞ്ച് കമ്മിറ്റികളും. ഈ മാസം 1-ന് തെക്കേമല ബ്രാഞ്ച് സമ്മേളനവും 3-ന് മാടന്തറ ബ്രാഞ്ച് സമ്മേളനവുമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ ആരും തന്നെ എത്തിയില്ല എന്ന വിവരം അറിഞ്ഞതിനെ തുടർന്ന് ഇരു സമ്മേളന സ്ഥലത്തേക്ക് എത്താതെ പാതി വഴിയിൽ മുടങ്ങുകയായിരുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 211 വോട്ടുകൾക്ക് CPM സ്ഥാനാർത്ഥി വിജയിച്ച വാർഡാണ് തെക്കേമല. കഴിഞ്ഞ ബ്രാഞ്ച് സമ്മേളനത്തിൽ 100-ലധികം പ്രതിനിധികൾ പങ്കെടുത്തിരുന്ന സ്ഥാനത്ത് ഇത്തവണ തെക്കേമലയിൽ സമ്മേളനം നടത്താൻ പോലും കഴിയാത്ത സാഹചര്യം നേതൃത്വത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. പെരുവന്താനം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റിനെ തീരുമാനിച്ചതിനെ ചൊല്ലി 2 മാസം മുൻപ് പെരുവന്താനത്ത് CPM-ൽ പൊട്ടിത്തെറി ഉണ്ടായിരുന്നു. ബാങ്ക് തെരഞ്ഞെടുപ്പിൽ LDF മുഴുവൻ സീറ്റുകളിലും വിജയിച്ച് ഭരണം നിലനിർത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ LDF പ്രസിഡന്റ് പദവിയിലേക്ക് ഉയർത്തിക്കാട്ടിയത് ലോക്കൽ സെക്രട്ടറി സജി വർഗീസിനെയായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി തീരുമാനിച്ചത് മറ്റൊരംഗത്തെയുമാണ്. ബ്രാഞ്ചിനെ സംബന്ധിച്ച് ഇതെല്ലാമാണ് അടിസ്ഥാന പ്രശ്നമെങ്കിലും ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാ വർഷങ്ങളിലും ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആ സാഹചര്യത്തിൽ ഒന്നും തന്നെ സമ്മേളനങ്ങൾ തടസ്സപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നീണ്ടിരുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇപ്പോൾ CPM-നെ സംബന്ധിച്ചാണെങ്കിലും ഇടതുമുന്നണിയെ സംബന്ധിച്ചാണെങ്കിലും കനത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രത്യേകിച്ചും CPM നേതൃത്വത്തിനെതിരെ വലിയ തരത്തിലുള്ള വെല്ലുവിളികൾ ഉയർന്നു വരുന്നുണ്ട്. അതൊരർത്ഥത്തിൽ PV അൻവർ രംഗത്ത് എത്തുന്നതിന് മുൻപേ തന്നെ CPM നേതൃത്വത്തിനെതിരെ കനത്ത പ്രതിഷേധവും കനത്ത വെല്ലുവിളികളും വിമർശനങ്ങളും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അതിനുള്ള പ്രധാന കാരണം തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ പിണറായി വിജയൻ സ്വീകരിച്ച ചില നിലപാടുകളാണ്. മുഖ്യമന്ത്രി എന്ന അർത്ഥത്തിൽ അദ്ദേഹം ഒരുപാട് ധാർഷ്ട്യം പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ളതെല്ലാം തന്നെയാണ് അതിനുള്ള പ്രധാന കാരണം. മുഖ്യമന്ത്രിയുടെ ജീവൻ രക്ഷാ പോളിസികളാണെങ്കിലും കേരളയും പരിപാടിയാണെങ്കിലും വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലേക്കെല്ലാം തന്നെ സംസ്ഥാന സർക്കാരിനെ അഴിച്ചുവിട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഉയർന്നു വന്ന സാമ്പത്തിക പ്രതിസന്ധിയും വലിയ തരത്തിൽ സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വന്ന തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ CPM-ന് കനത്ത തിരിച്ചടി ലഭിച്ചു. പെൻഷൻ വിതരണം മുടങ്ങിയതാണെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയാണെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധാർഷ്ട്യമാണെങ്കിലും ജീവൻ രക്ഷാ പോളിസികളാണെങ്കിലും എല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിന് അനന്തരം വിലയിരുത്തപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഘടകം. അതായത് ഇവയെല്ലാം തന്നെ ഒരർത്ഥത്തിൽ CPM-ന്റെ വോട്ട് ചോർച്ചയ്ക്ക് പ്രധാനമായി പങ്കുവഹിച്ചു എന്ന് തന്നെയാണ് ശ്രദ്ധേയമായ ഘടകം. എന്നാൽ അതിനുശേഷവും ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്ന്, അതായത് LDF-ലെ ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്ന് CPM-നെതിരെ കനത്ത സമ്മർദ്ദമുണ്ടായിരുന്നു. CPM-നോട് തെറ്റ് തിരുത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. CPM-ന്റെ തെറ്റുകൾ ഓരോന്നോരോന്നായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ തെറ്റുകളിൽ ഏറ്റവും പ്രധാനമായി നിന്നിട്ടുണ്ടായിരുന്നത് നേതൃതലത്തിലെ അഹങ്കാരം തന്നെയാണ്, അഥവാ നേതൃതലത്തിലെ ധാർഷ്ട്യം തന്നെയാണ്. ആ ധാർഷ്ട്യം ഇതുവരെ തിരുത്താനായിട്ട് CPM തയ്യാറായിട്ടില്ല, അഥവാ സർക്കാർ തയ്യാറായിട്ടില്ല. അല്ലെങ്കിൽ അത്തരമൊരു നീക്കം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. പലപ്പോഴും തിരുത്തലുകൾ വരുന്നുണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്, തിരുത്തൽ രേഖകൾ വരുന്നുണ്ട്, വാർത്തകളും വരുന്നുണ്ട്. പക്ഷേ ഏത് തരത്തിലാണ് തിരുത്തലുകളെല്ലാം തന്നെ പ്രകടമായി കാണാൻ പറ്റുന്ന സാഹചര്യവും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതിനുശേഷം ഉടലെടുത്ത ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണെങ്കിലും PV അൻവർ ആരോപണമാണെങ്കിലും ഇപ്പോഴും സർക്കാരിന്റെ മുഖച്ഛായയ്ക്ക് വലിയ തരത്തിലുള്ള കളങ്കം വരുത്തിയിരിക്കുകയാണ്. എപ്പോഴും പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ മൗനം തന്നെയാണ്, അദ്ദേഹത്തിന്റെ ചില നിലപാടുകൾ തന്നെയാണ്. എന്നാൽ മുഖ്യമന്ത്രിക്കെതിരെ ഒരു വാക്കുപോലും എതിർത്ത് പറയാനായിട്ട് പാർട്ടിയോ അതോ മുന്നണിയോ തയ്യാറാക്കാത്തതും ഇത്തരത്തിലുള്ള വലിയ കോലാഹലങ്ങളിലേക്കെല്ലാം തന്നെ നയിച്ചിട്ടുണ്ട്. ഇനി അൻവറിന്റെ വാക്കുകളിലേക്ക് വന്നാൽ അൻവർ ഏറ്റവും പ്രധാനമായി ഉയർത്തി കാണിച്ചിരിക്കുന്നത് CPM-ൽ പ്രവർത്തകരെല്ലാം തന്നെ അസ്വസ്ഥരാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് കാണാൻ പോലും അവസരം പ്രവർത്തകർക്കിടയിലില്ല. ഏതൊരു പ്രവർത്തകനാണെങ്കിലും വലിയ തരത്തിൽ അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ട്. അവർക്ക് വാക്കുകളില്ല, അവരുടെ വാക്കുകൾ കേൾക്കാൻ ആരുമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ താൻ അവരുടെ ശബ്ദമായി മാറുന്നു എന്നുള്ളതായിരുന്നു അൻവറിന്റെ വാദം. ആ അൻവറിന്റെ വാദം തന്നെയാണ് ഇപ്പോൾ എല്ലാ ബ്രാഞ്ച് സമ്മേളനങ്ങളിലും കാണാൻ സാധിക്കുന്നത്. പല ഇടങ്ങളിലായി ബ്രാഞ്ച് സമ്മേളനങ്ങളാണെങ്കിലും, അതായത് CPM സമ്മേളനങ്ങൾ ആരംഭിച്ച് ഇതുവരെ നടന്ന ഒരുവിധ സമ്മേളനങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പൊട്ടിത്തെറികളെല്ലാം തന്നെ രൂക്ഷമായിരുന്നു. അത് പ്രത്യേകിച്ച് നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണ് എന്നുള്ള വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. കാരണം സമ്മേളനങ്ങളെല്ലാം തന്നെ തടസ്സപ്പെടുന്ന സാഹചര്യത്തിൽ, സമ്മേളനങ്ങൾ വലിയ തരത്തിൽ മാറ്റിവെക്കപ്പെടേണ്ട സാഹചര്യത്തിലെല്ലാം തന്നെ നേതൃത്വത്തിന്റെ ഇടപെടൽ ഉണ്ടായിട്ടും അവയൊന്നും തന്നെ പരിഹരിക്കാൻ സാധിക്കാത്ത ഒരു അന്തരീക്ഷം നിലനിന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ CPM-നെ സംബന്ധിച്ചപ്പോൾ കനത്ത പ്രതിരോധത്തിലാണ്. ഈ ബ്രാഞ്ച് സമ്മേളനങ്ങൾ മുടങ്ങി ജില്ലാ സമ്മേളനങ്ങൾ തുടങ്ങാനിരിക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് CPM നീങ്ങുന്നതായി കാണാൻ സാധിക്കും.
എന്നാൽ അതേസമയം തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ബാക്കി ഇരു മുന്നണികളുടെ ഭാഗത്തു നിന്നും സജീവമായി നീങ്ങുന്ന സാഹചര്യത്തിൽ CPM ഇപ്പോഴും പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളിൽ മാത്രം പെട്ടുകിടക്കുന്ന സാഹചര്യവുമാണ്. എന്തു തന്നെയാണെങ്കിലും CPMന് ഉള്ളിൽ ഇപ്പോൾ വലിയ തരത്തിലുള്ള ഭിന്നത രൂക്ഷമാകുന്നുണ്ട്. ആ ഭിന്നത ഇപ്പോൾ പലപ്പോഴായി അല്ലെങ്കിൽ പ്രാദേശിക തലത്തിൽ പോലും മറനീക്കി പുറത്തു വന്നു കഴിഞ്ഞു. ഇനി അത് നേതൃതലത്തിലേക്ക് കൂടി പടർന്നു കഴിഞ്ഞാൽ അത് CPMനെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ആഘാതമായിരിക്കും ഉണ്ടാക്കുക. അങ്ങനെ സംഭവിച്ചാൽ PVR പറഞ്ഞ മറ്റൊരു വാക്കുകൂടി അവിടെ അർത്ഥവത്താകും. അദ്ദേഹത്തിൻ്റെ ആ മറ്റൊരു വാക്ക് എന്ന് പറയുന്നത് CPMന്റെ അവസാനത്തെ മുഖ്യമന്ത്രി ഒരുപക്ഷെ പിണറായി വിജയൻ ആയിരിക്കാം എന്നായിരുന്നു ആ വാക്ക്. അതുകൊണ്ട് തന്നെ ആ വാക്കിലേക്കാണോ CPM നീങ്ങുന്നത് എന്നുള്ളൊരു ആശങ്കയും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്.